നമോ നമ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്നെല്ലാവരും സംബോധന ചെയ്യുന്നു, സ്വയം സംബോധന ചെയ്യുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് അത് ഒരാളാണ് എന്ന് ഈ പറയുന്ന ആ വ്യക്തിയും വിചാരിക്കുന്നുണ്ട്. കേൾക്കുന്നവനും കാണുന്നവനും ഒക്കെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം ഒരൊറ്റ വ്യക്തിയാണ് എന്ന് ഈ പറയുന്നവനും ധരിക്കുന്നു, കേൾക്കുന്നവനും ധരിക്കുന്നു, കാണുന്നവനും ധരിക്കുന്നു. പക്ഷേ ഇത് ഒരു വ്യക്തി എന്ന് ഒറ്റയ്ക്കൊരു വ്യക്തി എന്ന് പറയാൻ പറ്റുകയില്ല. അത് പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സിംഗുലാരിറ്റി മാത്രമേ അതിന് ഉള്ളൂ. പാർട്ടിക്ക് അത് ഷെയ്വുണ്ടാക്കി, പാർട്ടിക്ക് അഭിമാനം ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്ന ആ സങ്കല്പം പോലെയാണ്. അതായത് ആർക്കാണ് ഇതൊരു കൺസെപ്റ്റാണ് പാർട്ടി എന്ന് പറയുന്നത്. അതൊരു സങ്കല്പം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഹൃദയം, അതിൻ്റെ ഒരു തലച്ചോറ് എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? അത് അതിൻ്റെ ഓരോ യൂണിറ്റിലുമാണ് പ്രവർത്തിക്കുന്നത്. അതൊരു പ്രത്യേക കേന്ദ്രീകൃത ഭാവമല്ലത്. അങ്ങനെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പാർട്ടിക്ക് നമ്മൾ ആരോപിക്കുക, പാർട്ടി പ്രസിഡന്റ് ആയിട്ട് ഒരാളെ വെച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രസിഡന്റും പാർട്ടി സെക്രട്ടറിയും കൂടി തീരുമാനിക്കുന്നത് നടപ്പിലാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി എന്നുള്ളതല്ല. താൽക്കാലികമായിട്ട് നമ്മൾ ഒരാളെ അതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി. അത് ഒരു വർഷത്തേക്കായിരിക്കും, അല്ലെ 2 വർഷത്തേക്കായിരിക്കും. അത് കഴിഞ്ഞാൽ വേറൊരാളെ വെച്ചു. അത് കഴിഞ്ഞാൽ ഈ പാർട്ടി എന്നുള്ളൊരു സംവിധാനം അതിൻ്റെ വലിപ്പം കുറഞ്ഞാലും കൂടിയാലും അതിൻ്റെ ഭരണം ആര് നടത്തിയാലും പാർട്ടി ഒരു പ്രത്യേക ഐഡന്റിറ്റിയാണ്. പക്ഷേ അതിന് ആ പാർട്ടിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ നേതാവാണ് സംസാരിക്കുന്നത്. ഈ നേതാവ് പാർട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുക. പക്ഷേ പാർട്ടി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കലേ ഉള്ളൂ. ആ പാർട്ടി നിരന്തരം മാറിക്കൊണ്ടിരിക്കും. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ യാതൊരുവിധ സാമ്യവും ഇല്ലാതെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 2 പാർട്ടിയായിട്ട് പിരിഞ്ഞു. പിന്നെ അതിനകത്ത് ഘടകങ്ങളായി. വാസ്തവത്തിൽ പിരിഞ്ഞിരിക്കുന്നത് എത്രയാണ്? അതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും മെമ്പേഴ്സായിട്ട് തന്നെയാണ് പിരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കുറെ പേര് തമ്മിലുള്ളൊരു കൂട്ടായ്മ കൊണ്ട് അതാണെന്ന് ധരിക്കുന്നത്. അത് വേറൊരു പാർട്ടി. അതുപോലെയാണ് ഏത് സൃഷ്ടിയിലും സംഭവിക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ, കയ്യ്, കാല്, തല എന്ന് പറഞ്ഞ് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ ഇതെല്ലാം ചേർന്നതാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞത്. പക്ഷെ കയ്യ് മാത്രമായിട്ട് പറയുന്ന സമയത്ത് കയ്യ്, കാല് മാത്രമായിട്ട് പറയുന്നത് കാല്, ഇതിലൊക്കെ പ്രത്യേകം എൻറ്റിറ്റീസ് ഉണ്ട്. അതാണ് അതിന്റെ കാര്യം. അങ്ങനെ അതിനെ തന്നെ കയ്യിൽ തന്നെ കൈപ്പത്തി എന്ന് പറയുമ്പം വ്യത്യാസമായി, കൈമുട്ട എന്ന് പറയുമ്പോൾ വ്യത്യാസമായി. അപ്പൊ ഏതിനെയാണോ നമ്മൾ പരാമർശിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വ്യക്തിത്വം ഉണ്ടാകുന്നത്. എന്നാൽ ആ വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഘടകമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുന്നത് പാർട്ടി മെമ്പർ, ഒരു മെമ്പർ എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും താഴത്തെ ഘടകം. ആ ഘടകം തൊട്ട് അങ്ങ് എല്ലാം കൂടിയ ഈ പാർട്ടിക്കകത്തുള്ള എത്ര ലക്ഷം മെമ്പേഴ്സ് ഉണ്ടോ അത്രയും ചേർന്ന ആ പാർട്ടി എന്ന് പറയുമ്പോൾ അത്രയും ചേർന്ന ഒന്നായിട്ട് തോന്നും. ഇത്രയേ ഉള്ളൂ കാര്യം. അതുപോലെയാണ് കയ്യ്, കാല്, തല, ഉടല് എന്നൊക്കെ പറയുന്നത് പോലെ പിരിച്ചു. അത് ഓരോന്നും എടുക്കുമ്പോൾ വീണ്ടും പിരിഞ്ഞു പോകും. അങ്ങനെ അനന്തമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഘടകങ്ങളോട് ചേർന്ന് ഒരു ഒറ്റ എന്ന് തോന്നുന്നതാണ് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും. അങ്ങനെ അല്ലാതെ ഒരു പ്രവർത്തന നിരതമായ സൃഷ്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റം വരിക എന്നതാണ് അർത്ഥം. അപ്പോൾ മാറ്റം വരാതെ
പ്രവൃത്തി നടക്കില്ല. അത് ശാരീരികമായിട്ടാണെങ്കിലും അത് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതമായത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് വരുന്നതാണ് ഭൗതികം എന്നുള്ള സ്റ്റാറ്റസ്. അപ്പൊ ഭൗതികമായ സൃഷ്ടികളാണെങ്കിലും കൊള്ളാം, പിന്നെയോ അഭൗതികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വൽ ആയിട്ടുള്ള സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ സുന്ദരം എന്ന് പറഞ്ഞു. അതിനകത്ത് നമുക്ക് എല്ലാവരും അത് നല്ല സുന്ദരമാണെന്ന് പറഞ്ഞാൽ ഈ സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വിവരിക്കാൻ നോക്കിയാൽ ഒരിക്കലും നടക്കുകയില്ല. ഈ സുന്ദരം എന്ന് പറഞ്ഞ ആളുകൾക്ക് അത് സുന്ദരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ? സമാന സൃഷ്ടികൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോംപ്രമൈസ് കൊണ്ട് മനസ്സിലായി എന്ന് തോന്നുന്നതാണ് സുന്ദരം. നമ്മളുടെ ശീലിച്ച അക്കാര്യങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ള ഒരു നമ്മൾ സുന്ദരം എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ജപ്പാനിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ജീവിച്ച് പരിചയപ്പെട്ട ഒരാൾക്കോ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വസ്തുവിനെ അത്ര സുന്ദരമായിട്ട് തോന്നാറില്ല. അവർക്ക് അവർ ശീലിച്ചിട്ടുള്ള ആ കോമ്പിനേഷനെയാണ് അവർ സുന്ദരം എന്ന് പറയുക. ചിലപ്പോൾ അവരുടെ ആ പാട്ടുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ കേട്ട് പരിചയിച്ച പാട്ടുകളാണ് നമുക്ക് സുന്ദരമായിട്ട് തോന്നുന്നത്. അപ്പോൾ സുന്ദരം എന്ന് പറയുമ്പോൾ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റുന്നത് സമാന ചിന്താഗതി സമാന ജീവിതം ശീലിച്ചു വന്നിട്ടുള്ളവരെ ചിന്താഗതികളുടെ ഒരു കോംപ്രമൈസ് ആയിട്ടാണ് ഈ സുന്ദരം എന്നുള്ള വാക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എല്ലാ പ്രപഞ്ചത്തിലെല്ലാം അങ്ങനെ തന്നെ. ചൂട്, തണുപ്പ് എന്ന് പറയുന്നത് പോലും നമ്മൾ മകരമാസത്തിൽ മഞ്ഞൊക്കെ ഒന്ന് കോരി നമ്മൾ കോച്ചുന്ന തണുപ്പെന്നൊക്കെ പറയും. അപ്പോൾ മണ്ഡലക്കാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഭയങ്കര തണുപ്പ് മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ധ്രുവപ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകളെന്ന് പറയുന്ന അവരെ പിടിച്ച് ഈ സമയത്ത് ഇവിടെ ഇട്ടാൽ അവർ ഉഷ്ണിച്ചുരുകി അവർക്ക് വേറെ ഒരു സംവിധാനം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ മരിച്ചു പോകും. അവർക്ക് നമ്മൾക്ക് മരം കോച്ചുന്ന തണുപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഉഷ്ണമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ചൂട്, തണുപ്പ് എന്ന് പറയുന്നത് പോലും നമുക്ക് കോംപ്രമൈസിലൂടെയാണ് നമ്മൾ എല്ലാവരും അയ്യോ ചൂട് കൂടിക്കൂടി വരികയാണേ നമുക്ക് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതേപോലുള്ള നമ്മൾ സ്ഥിരമായിട്ട് പ്രാപഞ്ചികമായിട്ടുള്ള സത്യമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും നമ്മളുടെ ഒരു ചുരുങ്ങിയ സ്ഥലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഭൂമിയിൽ മൊത്തം വ്യാപരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പോലും അതെന്താണ്? അത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ഒരു സ്ഥലത്ത് ഒതുങ്ങുന്നവെന്നാണ്. അതിന് ചെറിയ സ്ഥലമൊന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഏരിയയാണ് ഭൂമി മുഴുവൻ എടുത്താലും. ഭൂമി എന്നല്ല, ഈ സോളാർ സിസ്റ്റം മുഴുവനായിട്ടെടുത്താൽ പോലും അതിൻ്റെ ശരിയായിട്ടുള്ള ആ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഈ സോളാർ സിസ്റ്റമോ ഗാലക്സി പോലുമോ ഒരു ചെറിയ ഒരു പരാമർശിക്കപ്പെടാൻ പോലും യോഗ്യത ഇല്ലാത്തത്ര വലിപ്പമുള്ള ഒരു ചെറിയ ഒരു ഏരിയ ആയിട്ടാണ് വാസ്തവത്തിൽ ഫലത്തിൽ വരിക. അപ്പോൾ നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് കണക്കാക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ടോ നമ്മളുടെ ഏത് ഇന്ദ്രിയം കൊണ്ടോ തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു സെല്ല് മനുഷ്യ ശരീരത്തിലെ ഒരു സെല്ലെടുത്താൽ അത് നമുക്ക് കാണാൻ കൂടി പറ്റാത്ത ഒരു ഇതായതുകൊണ്ട് നമ്മളത് ഒരു കൂട്ടായ്മ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ഘടകമായിട്ടുള്ള ഒരു സെല്ലെടുത്താൽ നമുക്ക് കാണാൻ കൂടി പറ്റില്ല. നമുക്കിവിടെ വളരെയധികം ഘടകങ്ങൾ കൂടി നമ്മളെപ്പോലെ തന്നെ അത്ര അനന്ത ഘടകങ്ങൾ കൂടിയാലേ ഒരു ഉറുമ്പിന് പോലും ജീവിക്കാൻ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഉറുമ്പ് പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാൻ പറ്റാത്ത, കണ്ണിന് പിടിക്കാത്തത്ര ഉറുമ്പ്, ചെറുതായിട്ട് ഇരിക്കുന്ന ഉറുമ്പ്, അതിനെ നോക്കിയാലും നമ്മളുടെ ഉള്ളിൽ എത്ര ഘടകങ്ങളായിട്ട് തിരിക്കാൻ പറ്റുമോ അത്രയും ഘടകങ്ങളായിട്ട് തിരിക്കാൻ ആ ഉറുമ്പിന്റെ ശരീരത്തിനെയും നമുക്ക് വാസ്തവത്തിൽ കഴിയും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും തിയറിറ്റിക്കലായിട്ട് അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ എത്ര ചെറുതായിട്ടുള്ളൊരവസ്ഥയിലും എന്താണ് അനന്തമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. എത്ര വലുതായിട്ടുള്ള ആ ഘടകങ്ങൾ ചേർന്ന ഒരു കോമ്പിനേഷൻ യൂണിറ്റിനായാലും
അതിനൊരു ഏകത്വവും ഉണ്ട്. അതാണ് പ്രകൃതിയുടെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ ആ ഭാരതീയ ശാസ്ത്ര പൈതൃകത്തിന്റെ എത്ര ഗഹനമായിട്ടുള്ള ആ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷിവര്യന്മാരെന്ന് മനസ്സിലാക്കണം. നാനാത്വത്തിൽ ഏകത്വം. അതുകൊണ്ടാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിന് ഏകനായിട്ടുള്ള ആ ദൈവസ്ഥാനത്ത് നിൽക്കുന്നതിനെ നമ്മൾ ബ്രഹ്മം എന്നാ പറയണത്. ബ്രഹ്മം എന്ന് പറയുന്നതിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. എന്നാൽ ബ്രഹ്മം എന്നുള്ള അവസ്ഥയില്ലെങ്കിലോ ഈ പ്രപഞ്ചം എന്നുള്ള അവസ്ഥയ്ക്ക് നിലനിൽപ്പുമില്ല. ബ്രഹ്മത്തിന്റെ ഉള്ളിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ സൃഷ്ടികളുടെ സമാഹാരം, അതിന് ഈ ബ്രഹ്മത്തിനകത്തല്ലാതെ ബ്രഹ്മത്തിനെ അറിയാൻ തക്കവണ്ണമുള്ള ഒരു അവസ്ഥ പോലും ഇതിനില്ല. എന്താ കാര്യം? ബ്രഹ്മം പൂർണ്ണമായിട്ടുള്ള ഏകത്വമാണ്. അതിനെ ചില മതങ്ങൾ ഈശ്വരൻ എന്ന് പറയും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. ദൈവം, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ അത് ബ്രഹ്മത്തിന് കൊടുക്കാൻ പറ്റുകയില്ല. എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ? നിയന്താതാവാണ്. അത് യുക്തിപരമായിട്ട് തന്നെ നിയന്ത്രിക്കുന്നവൻ ഒരാളുണ്ടെങ്കിൽ അവനും ആ നിയന്ത്രിക്കുന്നവനും നിയന്ത്രിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും രണ്ടായിട്ട് നിന്നാലേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഏകത്വം അവിടെ നഷ്ടപ്പെട്ടു പോകും. നിയന്ത്രിക്കുന്നയാളും നിയന്ത്രിക്കപ്പെടേണ്ട അവസ്ഥയും തമ്മിലുള്ള ഒരു അന്തരം വരുവോടെ. അങ്ങനെ അന്തരം വന്നു കഴിഞ്ഞിട്ട് ദൈവം ഏകനാണ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരർത്ഥവുമില്ല. നിയന്ത്രിക്കപ്പെടുന്നവൻ ഏകനാണ്, ഏകദൈവം എന്ന് പറയുന്നതിനിടെ ആ യുക്തിഭംഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ അവസ്ഥ ഏകമല്ലാതിരിക്കുന്നില്ല. ഏകമായിട്ടുള്ള അവസ്ഥ നമ്മളുടെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലന പ്രകാരം എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള ഏകമായിട്ടുള്ളൊരവസ്ഥയാണ്. പക്ഷേ ആ ഏകാവസ്ഥയ്ക്ക് തന്റെ സ്വന്തം നിലനിൽപ്പ് പോലും അറിയാൻ പറ്റില്ല. നിയന്ത്രിക്കാനായിട്ട് വേറെ വല്ലതും ഉണ്ടെന്നും അറിയാൻ പറ്റില്ല. വേറെ വല്ലതും ഉണ്ടെന്ന് ഈ ഏകാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഏകാവസ്ഥയല്ല, അത് ഒരു ഭ്രമിതമായിട്ടുള്ള അവസ്ഥയിൽ ആ അവസ്ഥയുടെ ഒരു ഭ്രമം മാത്രമാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ വളരെയധികം ആളുകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നതായിട്ടോ ഒക്കെ കണ്ടാലും, നമ്മൾ ഓടിയെന്ത് കണ്ടാലും അത് എന്താണ്? നമ്മുടെ ഒരു ഭ്രമം മാത്രമാണ്. അവിടെ നാനാത്വം വന്നു, പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ആൾ ഒരാളാണ്. അപ്പോൾ ആ ഏകത്വത്തിൽ നാനാത്വം വരുമ്പോൾ ആ നാനാത്വമായിട്ട് പ്രകടിതമാകുന്നുള്ള ആ അവസ്ഥ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കണം. ഒരാള് സ്വപ്നം കാണുമ്പോൾ അയാളുടെ മുമ്പിൽ പ്രകടിതമാകുന്ന അനന്ത സൃഷ്ടികൾ അത് എന്താണ്? ഇയാളുടെ ഭ്രമമാണത്, ഉള്ളതല്ല. അപ്പോൾ ഉള്ളത് ആ ഉറങ്ങിക്കിടക്കുന്ന ആള് മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിന്റെ കാര്യം നമ്മൾ എപ്പോഴും ഒരു ടൂളായിട്ട് എടുക്കണം. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിനെ സംബന്ധിച്ച് ആ ഏകാവസ്ഥയിൽ ഒരു ഭ്രമം സംജാതമായാൽ എന്തവസ്ഥയാണ്? നമ്മുടെ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് ഉള്ളതല്ല. ആ സ്വപ്നാവസ്ഥ മാത്രമാണ് ബ്രഹ്മം എന്നുള്ള ഏകാവസ്ഥയ്ക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു കാരണവശാലും ആർക്ക് പറ്റുകയില്ല? ബ്രഹ്മത്തിന് പറ്റുകയില്ല. സ്വപ്നത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ഈ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്നയാളിന് എങ്ങനെ സാധിക്കുന്നില്ലയോ, അതുപോലെയാണ് ബ്രഹ്മത്തിൽ നടക്കുന്ന ഈ സ്വപ്നമായിട്ടുള്ള പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ ബ്രഹ്മത്തിന് സാധ്യമല്ല. അപ്പോൾ ആ കൺസെപ്റ്റിലാണ് ആ ബ്രഹ്മം പോലും ഒരു നിയന്താതാവും അതിനകത്തുണ്ടാകും, ഒരു നിയന്ത്രിക്കപ്പെടേണ്ട പ്രപഞ്ചവും അവിടെ ഉണ്ടാകും എന്ന് സ്വപ്നം കാണുന്നത്. നമ്മൾ ഇത് ഈശ്വര രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ളവര് ഏതെങ്കിലും സുനാമികളോ അതൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം? ആ ഈശ്വരനും ഇല്ലാത്തതാണ്. എന്താണ്? അത് ബ്രഹ്മമല്ല. ബ്രഹ്മത്തിന് ഇതുപോലുള്ള വികാരം ഉണ്ടാകാൻ പറ്റില്ല. ബ്രഹ്മത്തിന്
ബ്രഹ്മം ഒഴിച്ച് വേറെ ഒന്നും ഇല്ലാത്ത അവസ്ഥ, ഏകാവസ്ഥയാണ്. അതാണ് ശരിയായിട്ടുള്ള പാരമാർത്ഥികമായിട്ടുള്ള ഏകത്വം. മറ്റ് ഏകം 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 എന്നൊക്കെ പറയുന്നത് നമ്മൾ വ്യാവഹാരികമായി ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ആ ഏകം എന്ന് പറഞ്ഞാൽ പലതാണ്. അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഈ കോടാനുകോടി ദേവതകൾ എന്നുള്ള സങ്കല്പം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ ഏകത്വവും നാനാത്വവും ദൈവവും സൃഷ്ടിയും, ദൈവം സൃഷ്ടിയുടെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ബ്രഹ്മമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഏകദേശം ഒരു ആശയം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടാം. ഇന്ന് ഇത് മതി. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.